Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Manohar Jewellery's Jewel House, Jewel Junction, Payyannur. Arabian Jewelers, Payyannur and Trikkaripur. Kalarakals Gold Park, Payyannur. White House, National Highway, Chirvattur and Chullikara. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. 2 പതിറ്റാണ്ടുകൾ പിന്നിട്ട മേരി മാത ഇംഗ്ലീഷ് സ്കൂൾ പിലാത്തറ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകഗുണങ്ങളുമുള്ള പാലേതാണ് ജനതാ പാൽ, ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. ബി.ജെ.പി. നേതൃനിരയിലെത്താനുള്ള മാനദണ്ഡം കോൺഗ്രസുകാരനായി പ്രവർത്തിക്കുക എന്നതാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാജ്യത്തെ പിറകോട്ട് നയിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി ഇ. ചന്ദ്രശേഖരൻ. രാജ്യത്തിന്റെ ഭരണഘടന പോലും ഇല്ലാതാക്കാനുള്ള പ്രവർത്തനമാണ് ബി.ജെ.പി. നടത്തുന്നതെന്നും മന്ത്രി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ബി.ജെ.പി. സ്ഥാനാർത്ഥി രവീശ തന്ത്രിക്കുണ്ടാർ പയ്യന്നൂരിൽ പര്യടനം തുടങ്ങി. ചീമേനി രക്തസാക്ഷി ദിനാചരണം സമാപിച്ചു. സമാപന സമ്മേളനം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പരവന്തട്ടയിൽ ഭ്രാന്തൻ കുറുക്കന്റെ ആക്രമണം. കുട്ടികളടക്കം 10ഓളം പേർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി 3 മുന്നണികളും. കാണാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക പങ്ക്തി ദി ഗ്രേറ്റ് ഇന്ത്യൻ വാർ. ബി.ജെ.പി. നേതൃനിരയിലെത്താനുള്ള മാനദണ്ഡം കോൺഗ്രസുകാരനായി പ്രവർത്തിക്കുക എന്നതാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. എൽ.ഡി.എഫ്. സ്ഥാനാർത്ഥി കെ.പി. സതീഷ് ചന്ദ്രൻ പയ്യന്നൂർ മണ്ഡലത്തിലെ 1ാം ഘട്ട പൊതുപര്യടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ ദിവസം കല്യാശ്ശേരി മണ്ഡലത്തിൽ 1ാം ഘട്ട പൊതുപര്യടനം പൂർത്തിയാക്കിയ സ്ഥാനാർത്ഥി കെ.പി. സതീഷ് ചന്ദ്രൻ ഞായറാഴ്ച പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത്. കുന്നൂരു തെക്കേ ഭാഗത്തു നിന്നും ആരംഭിച്ച പര്യടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. സംഘപരിവാർ ശക്തികൾ അത് ആവർത്തിച്ചു. വെടിവെപ്പ് നടത്തി, യുക്തമാർന്നു, അട്ടഹാസം, അഗ്രതരകാരികൾ അവസാനം കൊലപ്പെട്ടു. ഈ നിമിഷം വരെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ സംഭവം ശരിയായില്ല, അത് സ്വീകരിച്ച മാർഗം ശരിയല്ല എന്ന് പറയാൻ മര്യാദ കാണിക്കാത്തൊരു നാട്ടിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് കഴിഞ്ഞ വർഷം തന്നെ തീരുമാനിച്ചു. സ്വന്തം മണ്ഡലത്തെ നിലനിർത്താൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് പ്രധാനമന്ത്രിയാവുക എന്ന് രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തെ ആസ്പദമാക്കി മന്ത്രി ചോദിച്ചു. അമേഠിയിൽ മത്സരിച്ചാൽ പരാജയപ്പെടുമെന്ന ഭീതിയാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് എത്തിച്ചത്. ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി അഭിപ്രായപ്പെട്ടു. കോൺഗ്രസും ബി.ജെ.പിയും ഒരേ നയമാണ് നടപ്പാക്കി വരുന്നത്. ബി.ജെ.പി. നേതൃത്വ നിരയിലേക്ക് എത്താനുള്ള അടിസ്ഥാന മാനദണ്ഡം കോൺഗ്രസുകാരനായി പ്രവർത്തിക്കുകയാണെന്നും മന്ത്രി പരിഹസിച്ചു. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കൂടി വരണമെങ്കിൽ ബി.ജെ.പി. പുറത്തു പോകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പി. അശോകൻ അധ്യക്ഷനായി. സി. കൃഷ്ണൻ എം.എൽ.എ, കെ.പി. മധു, വി.എ. നാരായണൻ, എം.വി. ഗോവിന്ദൻ, കെ.വി. ലളിത, എൻ.പി. ഭാസ്കരൻ, പണ്ണേരി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുരിശുമുക്ക്, കൊവ്വപ്പുറം എന്നിവിടങ്ങളിലും യോഗങ്ങൾ നടത്തി. പയ്യന്നൂർ നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിലും കരിവെള്ളൂർ, കൂക്കാനം, പെരളം, കാങ്കോൽ, കുണ്ടയംകോവൽ, അയ്യോളം, ചൂരൽ, അരവഞ്ചാൽ, പൊന്നമ്പാറ, കൊല്ലാട, ചുണ്ട, ചൂരപ്പടവ്, പ്രാപ്പോയിൽ, ഞെക്ലി, കക്കറ, വെള്ളോറ, പെരുവാമ്പ, കുറ്റൂർ, പേരൂൽ, കണ്ണാപ്പള്ളിപ്പൊയിൽ എന്നിവിടങ്ങളിലും സ്വീകരണ യോഗങ്ങൾ നടന്നു. വാദ്യമേളത്തിന്റെയും പ്രവർത്തകരുടെ മുദ്രാവാക്യ വിളികളുടെയും വെടിക്കെട്ടിന്റെയും ഒക്കെ അകമ്പടിയിൽ ആവേശോജ്വലമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ടി.ഐ. മധുസൂദനൻ, സി. സത്യപാലൻ, പി. രാമകൃഷ്ണൻ, പി. ജയൻ, ഇക്ബാൽ പോപ്പുലർ, ശശി വട്ടക്കോവൽ, എം.ടി.പി. നൂറുദ്ദീൻ തുടങ്ങിയവർ പര്യടനത്തിൽ പങ്കാളികളായി. സന്ധ്യയ്ക്ക് മുതിയലത്ത് നടന്ന സ്വീകരണത്തോടെ സതീഷ് ചന്ദ്രന്റെ പയ്യന്നൂർ മണ്ഡലത്തിലെ 1ാം ഘട്ട പൊതുപര്യടനവും പൂർത്തിയായി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.
ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാജ്യത്തെ പിറകോട്ട് നയിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. രാജ്യത്തിന്റെ ഭരണഘടന പോലും ഇല്ലാതാക്കാനുള്ള പ്രവർത്തനമാണ് ബിജെപി നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചെറുകുന്ന് അമ്പലപ്പുറത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ ചരിത്രത്തിലാദ്യമായി ബിജെപി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് NDAക്ക് അധികാരത്തിലേക്ക് വരാൻ വഴി ഒരുക്കിക്കൊടുത്ത സാഹചര്യം കോൺഗ്രസ് തുടർന്നു വന്ന തെറ്റായ സാമ്പത്തിക നയങ്ങളുടെയും ജനദ്രോഹ നടപടികളുടെയും കോൺഗ്രസിന്റെ തെറ്റായ നയങ്ങളാണ് ബിജെപിയെ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിച്ചത്. എന്നാൽ രാജ്യത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തിരിച്ചുകൊണ്ടുവരികയാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്നത്. ഇനിയും അധികാരത്തിൽ തുടർന്നാൽ ബിജെപി ഇന്ത്യയുടെ ഭരണഘടന പോലും ഇല്ലാതാക്കുമെന്നും മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ കല്യാശ്ശേരി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ സമാപന പൊതുയോഗം ചെറുകുന്ന അമ്പലപ്പുറത്ത് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. 98 വാജ്പേയി അധികാരത്തിൽ വന്നതിനെ തുടർന്ന് 5 വർഷം പിന്നിട്ടപ്പോൾ അത് 2003 വരെയായി. 2004 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല. അധികാരത്തിലിരുന്ന ബിജെപിയെ ജനങ്ങൾ പുറന്തള്ളുകയും ചെയ്തു. ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ അവരുടെ ശക്തിയും സ്വാധീനവും പ്രകടിപ്പിക്കത്തക്ക വിധത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ 1062 പേരുടെ പിന്തുണ നേടാൻ കഴിഞ്ഞു. 1062 പ്രതിനിധികളെ അയക്കാൻ കഴിഞ്ഞു. കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ, PP ദാമോദരൻ, KV ശ്രീധരൻ, K പത്മനാഭൻ, TV രാജേഷ് എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. NDAക്ക് അധികാരത്തിലേക്ക് വരാൻ വഴി ഒരുക്കിക്കൊടുത്ത സാഹചര്യം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന് കരിവെള്ളൂർ, പെരളം, കാങ്കോൽ, ആലപ്പടമ്പ പഞ്ചായത്തുകളിൽ ഉജ്ജ്വല സ്വീകരണം. തെരഞ്ഞെടുപ്പിൽ LDF വിജയിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് സതീഷ് ചന്ദ്രൻ ജനങ്ങളോട് സംവദിച്ചത്. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ കുണിയനിൽ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ ഞായറാഴ്ച ഉച്ചയോടെയാണ് എത്തിയത്. ബാൻഡ് മേളത്തിന്റെയും മുദ്രാവാക്യം വിളികളോടെയും സ്ഥാനാർത്ഥിയെ കുണിയൻ നിവാസികൾ എതിരേറ്റു. കുണിയൻ യുവപ്രതിഭ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KE മുകുന്ദൻ മാസ്റ്റർ അധ്യക്ഷനായി. അടുത്തുവരുന്ന തെരഞ്ഞെടുപ്പിൽ LDF വിജയിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സ്ഥാനാർത്ഥി സദസ്സിനോട് വിശദീകരിച്ചു. TA മധുസൂദനൻ, K നാരായണൻ, KP മധു, അപ്യൽ രാഘവൻ, M രാഘവൻ, P കുഞ്ഞികൃഷ്ണൻ, രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൂക്കാനത്ത് LDFന്റെ സ്ഥാനാർത്ഥിക്ക് നൽകിയ സ്വീകരണം പ്രദേശവാസികളുടെ മനസ്സ് വിളിച്ചോതുന്ന വിധത്തിലായിരുന്നു. സ്ഥാനാർത്ഥിയായ KP സതീഷ് ചന്ദ്രനെ ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെയാണ് സമ്മേളന സ്ഥലത്തേക്ക് ആനയിച്ചത്. മോദി അധികാരത്തിലേറിയപ്പോൾ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചത് വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയായിരുന്നുവെന്നും കർഷകർ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന കാഴ്ചയാണ് നാം കണ്ടതെന്നും സ്ഥാനാർത്ഥി ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ EP രതീശൻ അധ്യക്ഷനായി. TA മധുസൂദനൻ, M ശശിമോഹനൻ, KV ലളിത, K കൃഷ്ണൻ, C സത്യപാലൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കൊഴുമലിൽ സ്ഥാനാർത്ഥിക്ക് നൽകിയ സ്വീകരണം കണ്ടുനിന്നവരിൽ ആവേശം നിറയ്ക്കുന്നതായി. ചെണ്ടമേളത്തിന്റെയും മുത്തുക്കുടകളുടെയും കേരളീയ വസ്ത്രമണിഞ്ഞ വനിതകളുടെയും താലപ്പൊലിയേന്തിയ ബാലികമാരുടെയും അകമ്പടിയോടെ KP സതീഷ് ചന്ദ്രനെ സമ്മേളന നഗരിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. പെരളം UP സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ TA മധുസൂദനൻ, C കൃഷ്ണൻ MLA, N രാമകൃഷ്ണൻ, KP മധു, സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്രത്തിൽ ഒരു തൂക്കുമന്ത്രിസഭയാണ് വരാൻ പോകുന്നതെന്നും അതിൽ ഇടതുപക്ഷം നിർണായക ശക്തിയാകേണ്ടതുണ്ടെന്നും എന്നാൽ മാത്രമേ പാവപ്പെട്ടവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുകയുള്ളൂവെന്നും KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ കാങ്കോലിലാണ് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന് ആദ്യ സ്വീകരണം നൽകിയത്. ഗ്രാമവാസികൾ സ്ഥാനാർത്ഥിക്ക് അർഹമായ സ്വീകരണം ഒരുക്കി. ബാൻഡ് മേളത്തിന്റെയും പ്ലക്കാർഡുകളേന്തിയ വനിതകളുടെയും അകമ്പടിയോടെയാണ് കാങ്കോൽ വായനശാല പരിസരത്ത് നടന്ന സ്വീകരണത്തിലേക്ക് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. മോദി അധികാരത്തിൽ വന്നാൽ ഇന്ത്യ ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട അവസ്ഥ വരികയില്ലെന്നും സ്ഥാനാർത്ഥി ജനങ്ങളോട് പറഞ്ഞു. TA മധുസൂദനൻ, K രാഘവൻ, K രാജൻ, UV ശശീന്ദ്രൻ, അഡ്വക്കേറ്റ് PP സിദിൻ, KV ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുണ്ടയംകോവിലും മാത്തിലും സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം BJP സ്ഥാനാർത്ഥി രവീശ തന്ത്രികുണ്ടാർ പയ്യന്നൂരിൽ പര്യടനം നടത്തി. പയ്യന്നൂർ രാഷ്ട്രമന്ദിരത്തിൽ വെച്ച് BJP നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പയ്യന്നൂർ രാഷ്ട്രമന്ദിരത്തിൽ വെച്ച് BJP നേതാക്കളുടെയും പ്രവർത്തകരുടെയും സ്വീകരണത്തിന് ശേഷം ശ്രീനാരായണ വിദ്യാലയം സന്ദർശിച്ച് സ്വാമി ആനന്ദതീർത്ഥരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് പയ്യന്നൂരിലെ വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു.
ആദ്യകാല ജനസംഘം BJP നേതാക്കളായ PV കുട്ടിക്കൃഷ്ണൻ, PP കരുണാകരൻ മാസ്റ്റർ തുടങ്ങിയവരെ സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങിയതിനു ശേഷം മലയോര മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളും സ്ഥാപനങ്ങളും സന്ദർശിച്ചു. തുടർന്ന് കല്യാശ്ശേരി പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. CK രമേശൻ മാസ്റ്റർ, MK മുരളി, ഗംഗാധരൻ കാളീശ്വരം, K ജയപ്രകാശ്, പ്രഭാകരൻ കടന്നപ്പള്ളി, AK രാജഗോപാലൻ മാസ്റ്റർ, കരിപ്പത്ത് നാരായണൻ, M നാരായണൻ, TV ശ്രീകുമാർ, രൂപേഷ് തൈവളപ്പിൽ, പ്രണവ് വണ്ണാടിൽ തുടങ്ങിയവർ പര്യടനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ വോട്ട് തേടി സ്വാമിമഠത്തിൽ. വലിയപറമ്പ് പഞ്ചായത്തിലെ കന്നുവീട് കടപ്പുറം സ്വാമിമഠം കളിയാട്ടവേദിയിൽ വോട്ടഭ്യർത്ഥന നടത്തിയ ഉണ്ണിത്താൻ അഗ്നികണ്ഠാകർണൻ തോറ്റത്തിന്റെ അനുഗ്രഹവും വാങ്ങി. ശനിയാഴ്ച രാത്രി 10:30 കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി കന്നുവീട് കടപ്പുറം സ്വാമിമഠം കളിയാട്ടവേദിയിലെത്തിയത്. തിങ്ങിക്കൂടിയ ജനങ്ങളോട് വോട്ടഭ്യർത്ഥന നടത്തിയ രാജ്മോഹൻ ഉണ്ണിത്താൻ തൃക്കരിപ്പൂരിലെ CPM നേതാവ് KV അമ്പുവിനോട് വോട്ട് ചോദിച്ചപ്പോൾ ചിരിച്ചും കൊണ്ട് സ്ഥാനാർത്ഥിക്ക് ഹസ്തദാനം ചെയ്യുകയായിരുന്നു സർവ്വവ്യാപിയായ അമ്പുവേട്ടൻ. സ്ഥാനാർത്ഥിയെ അനുഗമിച്ച KPCC അംഗം KV ഗംഗാധരനും കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറി KP പ്രകാശനും അമ്പുവേട്ടനെ പരിചയപ്പെടുത്തി. തുടർന്ന് തെയ്യം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന അപാലവൃദ്ധം ജനങ്ങളോടും സഹായിക്കണമെന്ന അഭ്യർത്ഥനയും നടത്തി. അരങ്ങിലുണ്ടായിരുന്ന അഗ്നികണ്ഠാകർണന്റെ തോറ്റത്തോട് അനുഗ്രഹം അപേക്ഷിച്ച് മഞ്ഞൾക്കുറിയും വാങ്ങി വാചാലും ശ്രമിച്ച് സംതൃപ്തനായാണ് സ്ഥാനാർത്ഥി കടപ്പുറം വിട്ടത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വീറും വാശിയും വിളിച്ചോതുന്ന ചുമരെഴുത്ത് 42 വർഷത്തിന് ശേഷവും മായാതെ തിളങ്ങുന്നു. 1977 കുമ്മായവും നീലച്ചായവും പൂശി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ ചുമരെഴുത്താണ് ചെറുകുന്ന് കൂവപ്പുറത്തെ ചുമരിൽ ഇന്നും മായാതെ തെളിഞ്ഞു നിൽക്കുന്നത്. കാലം മായ്ക്കാത്ത ഈ ചുവരെഴുത്ത് ഏറെ കൗതുകമാവുകയാണ്. കുമ്മായവും ചായവും കലക്കുന്നതോടൊപ്പം ഉന്നമുരുക്കിന്റെ തോൽ ചെത്തിയിടിച്ച് അതിന്റെ പശയും ചേർക്കും. ഇതാണ് ഇങ്ങനെ എഴുത്ത് മായാതെ നിൽക്കാൻ കാരണം. ഓടുമേഞ്ഞ കെട്ടിടത്തിന്റെ 1-ാം നിലയുടെ ചുമരിൽ ഏറെ സാഹസപ്പെട്ടാണ് ചുമരെഴുത്ത് നടത്തിയതെന്ന് വ്യക്തം. CPIM സ്ഥാനാർത്ഥിയായി 5-ാം നിയമസഭയിലേക്ക് അഴീക്കോട് അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ച ചടയൻ ഗോവിന്ദനും കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലേക്കുള്ള O ഭരതനും വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുള്ള ചുവരെഴുത്താണ് ഇന്നും മായാത്ത മുദ്രയായി തെളിഞ്ഞു നിൽക്കുന്നത്. അന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ പ്രതിരോധകാരികൾ ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു ഈ മണ്ഡലത്തിൽ. അന്ന് CPM ജയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു പണിപ്പെട്ട വിജയമായിരുന്നു. അന്ന് ഈ ചുവരെഴുത്തുകൾ അന്ന് റോഡില്ല, ഗ്രാമങ്ങളിലൂടെ സൈക്കിളിലാണ് ബൈക്ക് സെറ്റ് എടുപ്പിച്ച് പോയത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പരിമിതികളുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ചടയന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന മുസ്ലിം ലീഗിലെ CC അബ്ദുൽ ഹാലിമിനെ 5836 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് വിജയക്കൊടി പാറിച്ചത്. ചടയന് 32,548 വോട്ടും ഹാലിമിന് 26,712 വോട്ടുമാണ് അന്ന് ലഭിച്ചത്. O ഭരതൻ CPIയിലെ CK ചന്ദ്രപ്പനോടായിരുന്നു മത്സരിച്ചത്. ചന്ദ്രപ്പനായിരുന്നു ഇതിൽ വിജയം. നികേഷ് താവം, പഴയങ്ങാടി. UDF കുഞ്ഞിമംഗലം മണ്ഡലം കൺവെൻഷൻ എടാട്ട് മഹാത്മാ മന്ദിരത്തിൽ നടന്നു. MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പാർലമെന്റ് നിയോജക മണ്ഡലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാണെന്നുള്ള വ്യാഖ്യാനം വന്നത് 1957 ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം AKജിയാണ് മത്സരിച്ചത്. AKജി 3 തവണ ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചു, പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചു. ചടങ്ങിൽ K വിജയൻ അധ്യക്ഷത വഹിച്ചു. MK രാജൻ വിഷയാവതരണം നടത്തി. KV രാമചന്ദ്രൻ, കാപ്പാടൻ ശശിധരൻ, അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നേൽ, KP ഫൈസൽ, KP രാജൻ, T താജുദ്ദീൻ, VTV ശിവജി, MK ബാലൻ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. TP മുസ്തഫ സ്വാഗതം ആശംസിച്ചു. ഇനി മറ്റു വാർത്തകളിലേക്ക്. ചീമേനി രക്തസാക്ഷി ദിനാചരണം സമാപിച്ചു. സമാപന സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. Aló,
നെടുമ്പയിൽ നിന്ന് രക്തസാക്ഷി നഗറിലേക്ക് വോളണ്ടിയർ മാർച്ചും പൊതുപ്രകടനവും നടന്നു. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതാണ്. സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ അദ്ദേഹം കഴിഞ്ഞ തവണ ഇവിടെയാണ് മത്സരിച്ച് തോറ്റത്. ഇത്തവണ എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്ത് ജയിപ്പിക്കണമെന്ന് കരുതി ഉമ്മൻചാണ്ടി പ്രത്യേക താല്പര്യമെടുത്ത് സിദ്ദിഖിനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കാൻ ഇടപെട്ടു. സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത് ആരാ? നമ്മളാരെങ്കിലും ആണോ? ഹൈക്കമാൻഡാണ് പ്രഖ്യാപിച്ചത്. ഈ ഹൈക്കമാൻഡിൽപ്പെട്ട ആളല്ലേ ഈ രാഹുൽ ഗാന്ധി? രാഹുൽ ഗാന്ധിയാണ് പ്രഖ്യാപിച്ചത്. സിദ്ദിഖാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥി. കോൺഗ്രസുകാർ പറയുന്നത് ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വയനാട്ടിൽ ജയിക്കാമെന്നാണ്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അങ്ങനെ സിദ്ദിഖിനെ നിർത്തി. ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിയെയും. ഇത്തരം പരാമർശങ്ങൾ ആ മണ്ഡലത്തിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും കോടിയേരി പറഞ്ഞു. ചടങ്ങിൽ P. ജനാർദ്ദനൻ അധ്യക്ഷനായി. P. കരുണാകരൻ MP, CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, M. രാജഗോപാലൻ MLA, TV രാജേഷ് MLA, K. കുഞ്ഞിരാമൻ, VP ജാനകി, K. സുധാകരൻ എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പരവന്തട്ടയിൽ ഭ്രാന്തൻ കുറുക്കന്റെ ആക്രമണം. കുട്ടികളടക്കം 10ഓളം പേർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലും ഞായറാഴ്ച രാവിലെയുമാണ് ഭ്രാന്തൻ കുറുക്കന്റെ ആക്രമണം ഉണ്ടായത്. കുറുക്കനെ നാട്ടുകാർ തല്ലിക്കൊന്നു. ശനിയാഴ്ച വൈകിട്ട് 7 മണി മുതലാണ് പരവന്തട്ട ക്ഷേത്രത്തിന് സമീപം ഭ്രാന്തൻ കുറുക്കന്റെ ആക്രമണം തുടങ്ങിയത്. ഞായറാഴ്ച രാവിലെ 8 മണിവരെ ഇവയുടെ ആക്രമണം പ്രദേശത്തുകാരെ ഭീതിയിലാഴ്ത്തി. ഏകദേശം കുട്ടികളടക്കം 10ഓളം പേർക്ക് ഭ്രാന്തൻ കുറുക്കന്റെ കടിയേറ്റിരുന്നു. പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. രാത്രി മുഴുവനും ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ ഭ്രാന്തൻ കുറുക്കനെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. ശനിയാഴ്ച 7 മണിയോടെയാണ് പരവന്തട്ട പൂമാല ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ കൂടിച്ചീരം പ്രകാശനെ ഭ്രാന്തൻ കുറുക്കന്റെ കടിയേറ്റത്. വളർത്തുനായെ ഇവ കടിക്കുന്നത് തടയാൻ ചെന്നപ്പോൾ പ്രകാശന് കടിയേറ്റത്. സമീപത്തെ തന്നെ ബജീഷിന്റെ ഭാര്യ AR രേഷ്മയെ കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടെ വീട്ടിനുള്ളിൽ വെച്ചാണ് കുറുക്കന്റെ കടിയേറ്റത്. കൈത്തണ്ട കടിച്ചു പറിച്ച നിലയിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇവർ ചികിത്സ തേടി. വീടിന് അടുക്കള ഭാഗത്ത് വെച്ചാണ് അരമന യശോദക്ക് ഭ്രാന്തൻ കുറുക്കന്റെ കടിയേറ്റത്. കൈത്തണ്ട കടിച്ചു പറിച്ച നിലയിലാണ്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാണിച്ച് ചികിത്സ നേടി. തൊട്ടടുത്തുള്ള PP ശാന്തക്കും കുറുക്കന്റെ കടിയേറ്റു. വീടിനു മുന്നിൽ നിൽക്കുകയായിരുന്നു ഇവർ. കാലിനും കൈക്കും കടിയേറ്റ നിലയിലാണ്. പരവന്തട്ടയിലെ തന്നെ സജിത്തിന്റെ 8 വയസ്സുള്ള മകൾ അനാമികയെയും ഭ്രാന്തൻ കുറുക്കൻ ആക്രമിച്ചു. വീടിനു മുന്നിൽ കുളിക്കുന്നതിനിടെയാണ് കടിയേറ്റത്. ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെ പശുവിനെ കറക്കുന്നതിനിടെയാണ് തൊഴുത്തിൽ വെച്ച് നട്ടിക്കടവിന് സമീപത്തെ കുതിരക്കൽ കുഞ്ഞിരാമന് ഭ്രാന്തൻ കുറുക്കന്റെ കടിയേറ്റത്. ഞായറാഴ്ച രാവിലെ 8 മണിയോടെ ഭ്രാന്തൻ കുറുക്കനെ പരതുന്നതിനിടെ പരവന്തട്ടയിലെ ഷൈജുവിന് ഭ്രാന്തൻ കുറുക്കന്റെ കടിയേറ്റു. ഇത് തടയാൻ ചെന്ന നിശാന്തിനും കുറുക്കന്റെ കടിയേറ്റു. മൽപ്പിടുത്തം നടത്തി നിശാന്ത് കുറുക്കനെ പിടികൂടുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ കുറുക്കനെ തല്ലിക്കൊല്ലുകയായിരുന്നു. ഭ്രാന്തൻ കുറുക്കനെ പിടികൂടുന്നതിനിടയിൽ നിശാന്തിന്റെ കാലിന് കടിയേറ്റിരുന്നു. സമീപത്തെ നട്ടിക്കടവിലും പരിസര പ്രദേശങ്ങളിലും ഭ്രാന്തൻ കുറുക്കന്റെ ശല്യം ഏറിവരികയാണ്. പരവന്തട്ടയിൽ ഭ്രാന്തൻ കുറുക്കന്റെ കടിയേറ്റ് ചികിത്സയിലുള്ളവരെ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവലും കൗൺസിലറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PV കുഞ്ഞപ്പൻ, നഗരസഭാ സ്ഥിരം സമിതി അംഗമായ PP ലീലയും സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. രക്ഷാപ്രവർത്തനത്തിൽ മുൻനിരയിലുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിൽ വീർപ്പുമുട്ടുകയാണ് പെരിങ്ങോം ഫയർ സ്റ്റേഷനിലെ ജീവനക്കാർ. വേനൽ കടുത്തതോടെ തീപിടുത്തം വന്നാൽ തീയണയ്ക്കാനുള്ള വെള്ളത്തിനായി നെട്ടോട്ടമോടേണ്ട അവസ്ഥയിലാണിവർ. വരുന്ന മഴക്കാലത്ത് അപകടങ്ങൾ കുറയ്ക്കുവാനുള്ള ഒരുക്കങ്ങൾ സ്വീകരിച്ചു വരികയാണിവർ. വേനൽക്കാലമായാലും മഴക്കാലമായാലും ഫയർ സ്റ്റേഷനിലെ ജീവനക്കാർ എന്നും ഉറങ്ങാതെ കാവലുണ്ട്. എന്നാൽ ഇവരനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് പലപ്പോഴും നാം ആലോചിക്കാറില്ല. ഇത്തരത്തിൽ നിരവധി പരാധീനതകൾക്കും അസൗകര്യങ്ങൾക്കുമുള്ളിൽ വീർപ്പുമുട്ടിക്കഴിയുന്ന ഇവരെ നാം കാണാതെ പോകരുത്. രക്ഷാപ്രവർത്തനത്തിൽ ഇവർക്ക് സ്ഥലമോ കാലമോ സമയമോ ബാധകമല്ല. ഏത് നിമിഷവും ജാഗരൂകരായിരിക്കണം.
ഇത്തരത്തിൽ ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഫയർ സ്റ്റേഷനിലൊന്നാണ് പെരിങ്ങോം ഫയർ സ്റ്റേഷൻ. ഇത്തവണ തീപിടുത്തവും സാധാരണയിലധികം കൂടുതലാണെന്ന് കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു. എന്നാൽ അതിലേറെ ചൂടാണ് ഫയർ സ്റ്റേഷനിലുള്ളവർ അനുഭവിക്കുന്നത്. ആസ്ബസ്റ്റോസ് ഇട്ട പഴയ കമ്മ്യൂണിറ്റി ഹാളാണ് ഫയർ സ്റ്റേഷനായി ഇന്ന് ഉപയോഗിക്കുന്നത്. ചൂട് കൂടുമ്പോൾ സ്റ്റേഷനകത്തും ചൂട് ഇരട്ടിക്കുന്നു. ഇത് പലവിധത്തിലുള്ള ത്വക്ക് രോഗത്തിനും കാരണമാകുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായുള്ള സംവിധാനങ്ങളെല്ലാം നൽകുമ്പോൾ വെള്ളം ലഭിക്കാത്തതും ഇവരെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. നിലവിലുള്ള 2 കുഴൽക്കിണറുകളും വെള്ളമില്ലാത്ത അവസ്ഥയിലാണ്. പാചകത്തിനും മറ്റാവശ്യങ്ങൾക്കും തൊട്ടടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കുഴൽക്കിണറിൽ നിന്നുമാണിവർ വെള്ളമെടുക്കുന്നത്. തൊട്ടടുത്ത് മറ്റ് ഫയർ സ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് അടുത്തുള്ള കാസർഗോഡ് ജില്ലയുടെ പ്രദേശങ്ങളിലും എത്തേണ്ടത് ഇവർ തന്നെയാണ്. പോകുന്ന വഴികളിൽ നിന്നും വെള്ളം സംഭരിക്കേണ്ട അവസ്ഥയിലാണിവർ. ഏത് സ്ഥലത്തു നിന്നും വെള്ളം ശേഖരിക്കാൻ ഇവർക്ക് അവകാശമുണ്ടെങ്കിലും പൊതുവെ പാറപ്രദേശങ്ങളിൽ വെള്ളം കുറഞ്ഞതോടെ ഇവർക്ക് വെള്ളം സംഭരിക്കുവാനുള്ള സാഹചര്യവും ഇല്ലാത്ത അവസ്ഥയിലാണ്. പെരിങ്ങോം, പാടിയോട്ടുചാൽ തുടങ്ങിയ പാറപ്രദേശങ്ങളിൽ മിക്കവാറും തീപിടുത്തമുണ്ടാകുമ്പോൾ വെള്ളം ശേഖരിക്കാൻ ഇവർ പാടുപെടാറുണ്ട്. അതേസമയം ചെറുപുഴ, പുളിങ്ങോം പ്രദേശങ്ങളിലും കർണാടക ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഇവർ തന്നെയാണ് എത്തേണ്ടത്. മഴക്കാലമായാൽ കർണാടക ഫോറസ്റ്റിലൂടെ കുത്തിയൊഴുകുന്ന വെള്ളവും ചെറുപുഴ പുഴയിൽ അപകടമരണങ്ങൾ വരുത്താറുണ്ട്. അവിടെയും ഇവർ തന്നെയാണ് രക്ഷകർ. വെള്ളത്തിനടിയിലുള്ള രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്ന സ്കൂബയുടെ പരിശീലനം നേടിയ 4 പേർ ഇവർക്കുണ്ടെങ്കിലും ഇതിന്റെ സംവിധാനം ഇതുവരെയായും ഇവർക്ക് ലഭിച്ചിട്ടില്ല. വരുന്ന മഴക്കാലങ്ങളിൽ വെള്ളത്തിൽ വീണുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുവാനുള്ള മുങ്ങിമരണം വേണ്ടേ വേണ്ട എന്ന സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുവാനുള്ള ഒരുക്കത്തിലാണിവർ. അതോടൊപ്പം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകണമെന്ന നിർദ്ദേശവും ഇവർ നൽകുന്നു. ഏറെ നാളത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ ഫയർ സ്റ്റേഷനായി അനുവദിക്കുന്ന സ്ഥലം ലഭിക്കുന്നതോടെ തങ്ങൾ അനുഭവിക്കുന്ന ബിൽഡിംഗുമായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണിവർ. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ഇക്കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ പെരിങ്ങോം ഫയർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 83 തീപിടുത്ത കേസുകളാണ്. ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് തീ കെടുത്തുന്നതിന് ആവശ്യമായ ജലം ലഭിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ളത്. ആകെയുള്ള ഒരു കിണറാണ്. അതിൽ ആവശ്യത്തിന് വേനൽക്കാലമായ വെള്ളമില്ല. ഇത് നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തീ കെടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് കാണുന്ന സ്ഥലങ്ങളിൽ നിന്നും വെള്ളം കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ വിഷ്ണു മനോജിനൊപ്പം മനോജ് ചെറുപുഴ. കൊടും ചൂടിനെ അവഗണിച്ചുകൊണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന അന്നദാന ചടങ്ങിൽ പങ്കെടുത്തത് ജാതിമത ഭേദമന്യേ 10,000-ങ്ങളാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേക ജീവൻ എന്നും ഈ കൈകളിൽ സുരക്ഷിതമാണ്. വെള്ളരിക്കുണ്ട് വെളാലിൽ കിണറ്റിലകപ്പെട്ട സ്ത്രീയെ സാഹസികമായി രക്ഷിച്ച പെരിങ്ങോം ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന് നാട്ടുകാരും സഹപ്രവർത്തകരുടെയും അനുമോദനം. പടവുകളില്ലാത്ത 70 അടി താഴ്ചയുള്ള കിണറ്റിൽ സാഹസികമായി ഇറങ്ങിയാണ് ജയേഷ് ഇവരെ രക്ഷപ്പെടുത്തിയത്. കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്നതും ഫയർഫോഴ്സ് ഏതു നിമിഷവും ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതുമായ സ്റ്റേഷനാണ് പെരിങ്ങോം ഫയർ സ്റ്റേഷൻ. അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള ഒരുക്കത്തിലായിരിക്കും ഇവർ. ഇത്തരത്തിൽ വെള്ളിയാഴ്ച വെള്ളരിക്കുണ്ട് പ്രകാശം പ്ലാന്റേഷനിൽ തീപിടിച്ചതായി റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് ഇവിടെ എത്തി തീയണക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് വെള്ളരിക്കുണ്ട് തഹസിൽദാർ ബളാൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഒരു സ്ത്രീ കിണറ്റിലകപ്പെട്ടിട്ടുണ്ടെന്ന വിവരം ഇവർക്ക് കൈമാറുന്നത്. ഇതറിഞ്ഞതോടെ തഹസിൽദാറുടെ ജീപ്പിൽ സ്റ്റേഷൻ ഓഫീസർ KM ശ്രീനാഥും ജയേഷ് കുമാറും ശശിധരനും അടങ്ങിയ സേന ഇവിടെ എത്തിയത്. എന്നാൽ ഈ സ്ത്രീയെ രക്ഷിക്കാനായി കിണറ്റിലിറങ്ങിയ 2 പേരിൽ ഒരാൾക്ക് പ്രാണവായു കിട്ടാത്തതിനെ തുടർന്ന് തളർന്നു വീഴുകയും ചെയ്തു. ഒടുവിൽ അപകടത്തിലായ ആ ജീവൻ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്ന ഒറ്റ തീരുമാനത്തിൽ പടവുകളില്ലാത്ത 70 അടി താഴ്ചയുള്ള കിണറിലേക്ക് ജയേഷ് സാഹസികമായി ഇറങ്ങുകയായിരുന്നു. പിന്നീട് സഹപ്രവർത്തകരുടെ സഹായത്തോടെ കിണറ്റിലകപ്പെട്ട ബിന്ദുവിനെയും ഇവരെ രക്ഷിക്കാനായി ഇറങ്ങിയ 2 പേരെയും രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആ സമയത്ത് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കിണറിലേക്ക് ഇറങ്ങാൻ തയ്യാറായ എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ ജയേഷ് കുമാറിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കൂടാതെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഫയർ സ്റ്റേഷന് സമീപത്തുള്ള ഫയർ സ്റ്റേഷൻകാരാണ് അതിലേക്ക് ആ ഒരു സംഭവത്തിന് റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളരിക്കുണ്ട് പോലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തായ ഫയർ സ്റ്റേഷൻ പെരിങ്ങോം തന്നെയാണ്. ഒരു 30-35 കിലോമീറ്ററാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് ദൂരം. എന്നാൽ കാഞ്ഞങ്ങാട് നിന്നും 40 കിലോമീറ്ററോളം ദൂരമുണ്ട്. അതുകൊണ്ട് ഏത് ഫയർ സ്റ്റേഷനാണോ തൊട്ടടുത്തുള്ളത്, ആ സംഭവം നടക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷനാണ്
അവിടെ പോയി രക്ഷാപ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അഗ്നിശമന പ്രവർത്തനങ്ങളോ നിർവഹിക്കേണ്ടത്. ഇത്തരത്തിലുള്ള പ്രത്യേക സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട ജീവന് തന്റെ ജീവനേക്കാൾ വില കൽപ്പിച്ച് കിണറ്റിലിറങ്ങാൻ തയ്യാറായ ജയേഷിനെ സ്റ്റേഷൻ ഓഫീസർ KM ശ്രീനാഥ് അഭിനന്ദിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. തൊഴിലാളികളെ സ്വകാര്യ കുത്തകകൾക്ക് അടിയറ വയ്ക്കുകയാണ് 5 വർഷം കൊണ്ട് മോദി സർക്കാർ ചെയ്തതെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അഭിപ്രായപ്പെട്ടു. പയ്യന്നൂർ പെരുമ്പയിൽ ചുമട്ട് തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ കുടുംബസംഗമവും പഴയകാല തൊഴിലാളികൾക്കുള്ള ആദരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണിക്ക് കൂലി കിട്ടുക എന്നുള്ളത് ന്യായമായ കൂലിയുമാവണം എന്ന അവകാശ ബോധത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ചിന്താധാര നമ്മുടെ തൊഴിലാളികളുടെ ഇടയിലും സമൂഹത്തിലും സൃഷ്ടിക്കുന്നതിൽ സുപ്രധാനമായ പങ്കാണ് ചുമട്ട് തൊഴിലാളികളുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ CITU കേരളത്തിലാകെ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് തൊഴിലാളികൾ മിനിമം കൂലിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. എല്ലാ രംഗത്തും ജനങ്ങളെ പട്ടിണിയിലേക്കിടുന്ന നയങ്ങളാണ് മോഡി സർക്കാർ കൊണ്ടുവന്നതെന്നും ഒരു കാരണവശാലും BJP ഇനി കേന്ദ്രത്തിൽ കയറില്ലെന്നും MV ജയരാജൻ പറഞ്ഞു. ഉത്തരേന്ത്യ കോൺഗ്രസിനെ കൈവിട്ടെന്നും ഇതിന്റെ പേരിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ചേക്കേറാൻ താല്പര്യം കാണിക്കുന്നതെന്നും MV ജയരാജൻ പറഞ്ഞു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ചടങ്ങിൽ അധ്യക്ഷനായി. 60 വയസ്സ് കഴിഞ്ഞ് വിരമിച്ച 50ഓളം പഴയകാല തൊഴിലാളികളെ ചടങ്ങിൽ C കൃഷ്ണൻ MLA ഉപഹാരം നൽകി ആദരിച്ചു. LDF സ്ഥാനാർത്ഥി KP സതീശചന്ദ്രൻ, TI മധുസൂദനൻ, KP മധു, K രാഘവൻ, UV രാമചന്ദ്രൻ, KP രാജൻ, K മോഹനൻ, M പ്രദീപൻ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരുവള്ളൂരിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന AV കുഞ്ഞിക്കണ്ണനെ ആദരിച്ചു. ലോക് താന്ത്രിക് ജനതാദൾ കരുവള്ളൂർ പെരളം പഞ്ചായത്ത് കമ്മിറ്റിയും കരുവള്ളൂർ K ഗോവിന്ദൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്നാണ് ആദരം സംഘടിപ്പിച്ചത്. കരിവള്ളൂരിലെ പ്രധാനപ്പെട്ട സഹകരണ സ്ഥാപനങ്ങളായ കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്, കരിവള്ളൂർ വീവേഴ്സ് സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഡയറക്ടർ എന്ന നിലയിൽ പ്രവർത്തിച്ച് 30 വർഷത്തോളമായി കരിവള്ളൂർ K ഗോവിന്ദൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനായ AV കുഞ്ഞിക്കണ്ണൻ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമാണ്. വിവിധ മേഖലകളിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കണക്കാക്കിയാണ് അദ്ദേഹത്തെ ആദരിച്ചത്. പരിപാടി LJD കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ AV കുഞ്ഞിക്കണ്ണനെ ആദരിച്ചു. LJD സംസ്ഥാന ജനറൽ സെക്രട്ടറി VK കുഞ്ഞിരാമൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. LJD സംസ്ഥാന കമ്മിറ്റി അംഗം P വത്സരാജ് മുഖ്യപ്രഭാഷണം നടത്തി. AV രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ TTV കുഞ്ഞികൃഷ്ണൻ, VV തങ്കമണി, MA പൗലോസ്, K നാരായണൻ, MV അപ്പുക്കുട്ടൻ, P ശശിധരൻ മാസ്റ്റർ, KE മുകുന്ദൻ മാസ്റ്റർ, പ്രൊഫസർ AK ശങ്കരൻ, KP ഭരതൻ, TV ബാലകൃഷ്ണൻ, KV കൃഷ്ണൻ, AV കുഞ്ഞിക്കണ്ണൻ, AV ബാലൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. AV കുഞ്ഞിക്കണ്ണൻ മറുമൊഴി നൽകി. കലവറയിൽ കാരണവരാണ് കണ്ടോത്തെ ഭാസ്കരൻ. 30 വർഷമായി പാചകരംഗത്ത് തുടരുന്ന ഇദ്ദേഹം ഇന്ന് കാർഷിക രംഗത്ത് കൂടി തന്റെ കഴിവ് തെളിയിക്കുകയാണ്. സദ്യ കഴിച്ച് കൈകഴുകിയാലും ആ രുചി നാവിൽ നിന്നും മായില്ല. കൊതിപ്പിക്കുന്ന രുചി തേടിയെത്തുന്നവർക്ക് രുചിയുടെ കലവറ തീർത്ത സ്വാദിന്റെ പര്യായമാണ് കണ്ടോത്ത് അമ്പലത്തറയിലെ M ഭാസ്കരൻ. തന്റെ ആവുന്ന കാലത്ത് പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും കല്യാണമോ മറ്റ് വിശേഷ ദിവസങ്ങളോ വന്നാൽ ഭാസ്കരന്റെ സദ്യ പ്രധാനമാണ്. കൈപുണ്യത്തിന്റെ 30 വർഷങ്ങളുടെ ഓർമ്മകൾ അയവിറക്കുകയാണ് ഇന്ന് ഭാസ്കരൻ. വാർദ്ധക്യത്തിലും തളരാത്ത മനസ്സുമായി മണ്ണിനോട് പടവെട്ടി കൃഷിയിൽ പൊന്നു വിളയിക്കുകയാണ് ഇന്ന് ഇദ്ദേഹം. 6 സെന്റ് സ്ഥലത്ത് 3 കന്നുകാലികളും ഇതിന്റെ വളവും ഉപയോഗിച്ച് വിളയിക്കുന്ന ചീരയും വെണ്ടയും പയറും കുമ്പളങ്ങയും പടവലവും ഒക്കെ വിളഞ്ഞു നിൽക്കുന്നത് കാണുന്നത് തന്നെ കണ്ണിനൊരു കുളിർമ തന്നെയാണ്. പാചകക്കാരനായിരുന്ന കാലത്ത് നിരവധി ശിഷ്യസമ്പത്തുകളെ നേടിയെടുക്കുവാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും പാചകത്തിന്റെ കാര്യമെടുത്താൽ ആദ്യമെത്തുന്ന പേര് ഭാസ്കരന്റേത് തന്നെയായിരിക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. JCI പിലാത്തറ സംഘടിപ്പിക്കുന്ന പിലാത്തറ ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഏപ്രിൽ 25 മുതൽ മെയ് 5 വരെ പിലാത്തറ മേരിമാത സ്കൂൾ ഗ്രൗണ്ടിൽ ഫെസ്റ്റ് നടക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു.
ആതുര സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടത്തുന്നതിനുള്ള ധനസമാഹരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് നാടിന്റെ കൂട്ടായ്മയോടെ പിലാത്തറ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 25 മുതൽ മെയ് 5 വരെ മേരിമാത സ്കൂൾ ഗ്രൗണ്ടിൽ ഫെസ്റ്റ് നടക്കും. 50-ലധികം പ്രദർശന വിപണന സ്റ്റാളുകൾ, പുഷ്പഫല സസ്യ പ്രദർശനം, അമ്യൂസ്മെന്റ്, കലാ സാംസ്കാരിക പരിപാടികൾ, ഭക്ഷണ സ്റ്റാളുകൾ, കുതിരസവാരി തുടങ്ങി സമൂഹത്തിലെ നാനാ തുറകളിലും പെട്ട ജനങ്ങൾക്കും ആസ്വദിക്കാനും ഉല്ലസിക്കാനുമുള്ള ഇനങ്ങൾ ഫെസ്റ്റിൽ ഉണ്ടാകും. ഫെസ്റ്റിന് മുന്നോടിയായി TV രാജേഷ് MLA രക്ഷാധികാരിയും TV ഉണ്ണികൃഷ്ണൻ ചെയർമാനും ആയ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പിലാത്തറ ഫെസ്റ്റിന്റെ സംഘാടക സമിതി ഓഫീസ് പിലാത്തറ കൈരളി ഓഡിറ്റോറിയത്തിന് സമീപം മാർച്ച് 25 തിങ്കളാഴ്ച വൈകുന്നേരം TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്യും. പിലാത്തറ ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി TV ഉണ്ണികൃഷ്ണൻ, ഷാജി മാസ്കോ, KV സുധീഷ്, KC രഘുനാഥ്, KP ഷനിൽ, M നജമുദ്ദീൻ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ CET പയ്യന്നൂരിൽ ത്രിദിന ദേശീയ ആർക്കിടെക്ചറൽ ഫെസ്റ്റ് നടത്തും. 25 മുതൽ നടക്കുന്ന ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ആർക്കിടെക്ചർ പറയുന്നത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഈ കോഴ്സ് തന്നെ എഞ്ചിനീയറിംഗ് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സാണ്. ആർട്ടും സയൻസും തമ്മിലൊരു കോളേജ് ക്യാമ്പസിൽ 25 രാവിലെ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പ്രവീൺ ചന്ദ്രൻ പരിപാടി വിശദീകരിക്കും. വിശ്വനാഥൻ, പ്രശാന്ത് മോഹൻ, AK പ്രശാന്ത്, മുഹമ്മദ് അർഫാൻ, ഷിനൂപ്, രേവതി തുടങ്ങിയവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കും. മാധ്യമ സമ്മേളനത്തിൽ മുരളീധരൻ, കിരൺലാൽ, അഭിജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. മാർച്ച് 27 ബുധനാഴ്ച പയ്യന്നൂർ ഫർക്കയിലെ മുഴുവൻ റേഷൻ കടകളും തുറക്കുമെന്ന് KREU ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് 31 കട അവധിയായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. BJP നേതൃനിരയിലെത്താനുള്ള മാനദണ്ഡം കോൺഗ്രസുകാരനായി പ്രവർത്തിക്കുക എന്നതാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാജ്യത്തെ പിറകോട്ട് നയിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ. രാജ്യത്തിന്റെ ഭരണഘടന പോലും ഇല്ലാതാക്കാനുള്ള പ്രവർത്തനമാണ് BJP നടത്തുന്നതെന്നും മന്ത്രി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം BJP സ്ഥാനാർത്ഥി രവീശ തന്ത്രികുണ്ടാർ പയ്യന്നൂരിൽ പര്യടനം തുടങ്ങി. ചീമേനി രക്തസാക്ഷി ദിനാചരണം സമാപിച്ചു. സമാപന സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പരവന്തട്ടയിൽ ഭ്രാന്തൻ കുറുക്കന്റെ ആക്രമണം. കുട്ടികളടക്കം 10ഓളം പേർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. നെറ്റ്വർക്ക് വാർത്താ നേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.